ഇന്നിപ്പോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രോളാനും ഏറ്റവും നല്ല രസമുള്ള ട്രോളുകൾ ഉണ്ടാക്കുന്നത് ഇറാനാണ്. അത് നമ്മൾ ഈ ട്വിറ്റർ തുറന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതിനിപ്പോ വേർഡ് ആണെന്നുണ്ടെങ്കിലും AI വെച്ചിട്ടുള്ള ഇമേജ് ആണെങ്കിലും വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ട്രംപിനെ അമേരിക്കനെയും ഇത്ര മനോഹരമായിട്ട് ആർട്ടിസ്റ്റിക് പ്രിസിഷനോട് കൂടി ട്രോളുന്നത് ഇറാനാണ്. നമുക്കറിയാലോ, ഇറാന്റെ ഒരു അമേരിക്കയുടെ ഒരു ഡബിൾ ബ്ലോക്കേഡ് വന്നു ഹോർമൂസില്. അത് ശരിക്കും ബൂമറാങ് ആയിട്ട് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഓർമൂസിലൂടെ കടന്നു പോകുന്നത് ശരിക്കും ഇന്ത്യ, അതേപോലെ തന്നെ പാകിസ്ഥാന്, ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത്. അപ്പൊ ബ്ലോക്കേഡ് ഉണ്ടായപ്പോ ഇറാന് സാമ്പത്തികമായിട്ട് തകർക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മൊത്തം ലോകം സാമ്പത്തികമായി തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അപ്പോ ഇറാന് ഈ പറയുന്ന ട്രംപിനെ ട്രോളുന്നത്, അതായത് ഹോർമൂസ് തുറക്കാൻ വേണ്ടിയിട്ട് ട്രംപിന്റെ അതികഠിനവും ആത്മാർത്ഥവുമായിട്ടുള്ള ശ്രമങ്ങളെ ഇറാൻ എങ്ങനെ കാണുന്നു, ഇറാൻ എങ്ങനെ ട്രോളുന്നു എന്നുള്ളതിന്റെ ഒരു പുതിയ വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ അത് പ്രിന്റിലാണ് ആ വീഡിയോ വന്നിരിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണട്ടെ. ടെസ്ല കുടുങ്ങി. ഇതാണ് വീഡിയോ. അതായത് കഷ്ടപ്പെട്ട് അങ്ങോട്ടിടിക്കുന്നു, ഇങ്ങോട്ടിടിക്കുന്നു, അവിടെ മിസൈൽ ഇടുന്നു, ഇവിടെ മിസൈൽ ഇടുന്നു. അതേപോലെ കപ്പലുകൾക്ക് എസ്കോട്ട് പോകുന്നു. കപ്പലുകൾ എസ്കോട്ട് പോകുമ്പോ ഇറാന്റെ ബോട്ടുകൾ വരുമ്പോ അതിനെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ച് ആക്രമിക്കുന്നു. ഇങ്ങനെ അവസാനം വന്ന് 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 ഹോർമൂസിൽ പെട്ടു. സാമാനം പെട്ട പോലെയായി ശരിക്കും പറഞ്ഞാല്. അതാണ് ഊരാനും പറ്റുന്നില്ല. എന്നാൽ ഊര് കിട്ടി അതും കൊണ്ട് പോയി കഴിഞ്ഞാൽ നാണക്കേടുമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ അവസ്ഥ. സാമാന്യത്തിൽ സിപ്പ് കുടുങ്ങിയ പോലെ ആയിപ്പോയി. ഒരാളെ വിളിച്ചത് ഊരിച്ചെടുക്കാൻ പറ്റുമോ? അതോട്ടില്ലേനും. എന്നാ സ്വന്തമായിട്ട് ഊരാൻ പറ്റുമോ? അതുമില്ല. എന്നാ പിന്നെ ആരെങ്കിലും വിളിച്ചു ഊരിച്ചാലാണെങ്കിലോ നാണക്കേടായിരിക്കും. ഇതാണ് അവസ്ഥ. ആ അവസ്ഥേനെ ഉണ്ടല്ലോ മനോഹരമായിട്ട് ട്രോളി കൊല്ലാണ് എന്നുള്ളതാണ്. ഇപ്പം ഹോർമൂസില് പരസ്പരം വെടിവെപ്പും മിസൈൽ ആക്രമണവും അതേപോലെ തന്നെ ഡ്രോൺ ആക്രമണവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ മറ്റേ ഖലീജ് മിസൈൽസും അതേപോലെ തന്നെ ഫത്ത മിസൈൽസ് ഒക്കെ US ബേസിന് നേരെ, അതേപോലെ തന്നെ ഹോർമൂസിലൊക്കെ ഈ പറയുന്ന ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഈ ട്രംപ് ഇങ്ങനെ നിങ്ങൾ ചർച്ച ചെയ്യേ 2 ആഴ്ച സമയം, 3 ആഴ്ച സമയം, 4 ആഴ്ച സമയം, 5 ആഴ്ച സമയം, നാളെയാണ് എന്നുള്ള ലെവലില് ലോട്ടറി കച്ചവടം പോലെ ഈ ട്രംപിന്റെ എന്താ പറയാ വെടിനിർത്തൽ അങ്ങ് നീട്ടി പോവാണ്. നീട്ടാണ്ട് ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ബേസിക് സാധനം. അതായത് ഈ ഭീഷണികളുടെ സ്വരം ഒക്കെ കണ്ടാ നമ്മൾ തോന്നുന്നു ദേ വന്നു, ഇതെപ്പ വരും, അടിച്ചിട്ടിട്ട് പോവും എന്നുള്ള ലെവലിലാണ് ഭീഷണി കണ്ടാൽ നമുക്ക് തോന്നുക. ലോകത്തിലെ ശക്തനായിട്ടുള്ള നേതാവ്, ലോകത്തിൽ ആർക്കും തൊടാൻ പറ്റാത്ത നേതാവ്, തൊടാൻ ശ്രമിച്ചപ്പോ തലക്ക് പകരം ചെവി പോയ നേതാവ്, ഈ ലെവലില് ഉള്ള ഒരു മനുഷ്യൻ അത് ഈ എന്താ പറയാ, ഈ ലോകത്ത് ഈ വാഗ്വാദം കൊണ്ടും ഈ ഭീഷണി കൊണ്ടും എന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഇറാൻ ഇതിന് പുല്ലുവില കൊടുക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം JD വാൻസ് ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് 4 ദിവസത്തെ സമയം തരാം, അപ്പൊ ആ 14 പോയിന്റുകളിൽ നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ദിവസം സമയം കൊടുക്കണോ? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കി, ഒപ്പിട് എന്നും പറഞ്ഞ് ഒപ്പിട്ടാണ് വിട്ടാ പോരെ? അതെന്തിനാണ് 4 ദിവസത്തെ സമയം അതിൽ ചർച്ച ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യം? 4 ദിവസം നിങ്ങൾ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിസന്റ് ഒന്നും നിങ്ങൾ അറിയിക്കണ്ട, നിങ്ങൾ ഈ സാധനം വന്ന് സൈൻ ചെയ്താൽ മതി. ഇറാൻ പറഞ്ഞത് പോയി പണി നോക്ക്, ഇവിടെ ഈ മറ്റേ ബോംബും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങളോട് ചർച്ച ചെയ്യാൻ പറയാ, ഞങ്ങളെ എന്താ പറയാ കരാറിന് വിളിക്കേ, എന്റെ പട്ടി വരുന്നുള്ള ലെവലിലാണ് ഇറാൻ നിൽക്കുന്നത്. അത് മാത്രമല്ല, സാമ്പത്തികമായിട്ട് ഇറാനെ തളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ ബ്ലോക്കേഡ് ബൂമറാങ് ആയിട്ട് തിരിച്ചടിക്കുകയും ചെയ്തു. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം വന്നു. UN ന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ ഉണ്ട്, ഞാൻ മതി, അതൊക്കെ ഡൊണാൾഡ് ഞാൻ മതി എന്നുള്ള ലെവലിൽ നിന്നിട്ട് അവസാനം ഇപ്പോ ഖത്തറും കുവൈത്തും ഇവരെല്ലാരും കൂടെ കൂട്ടിപ്പിടിച്ച് എല്ലാം കൂടെ തോളത്ത് കൈയിട്ട് പോയിട്ട് UN ചെന്ന് നിൽക്കുന്നുണ്ട്. എന്തിന്? ലോകരാജ്യങ്ങളോട് ഇടപെടാൻ. മാത്രമല്ല, പുതിയ വാർത്ത എന്ന് പറയുന്നത് ചൈനയിലെ പല കമ്പനികൾക്കും എതിരെ ഇപ്പൊ ഉപരോധം കൊണ്ടുവരാൻ പോവുകയാണ് അമേരിക്ക എന്നുള്ളതാണ്. അതായത് ചൈനേനെയും റഷ്യനെയും വരുതിയിലാക്കിയാൽ മാത്രമേ ഇറാൻ
തളരത്തുള്ളൂ എന്നുള്ളത് അമേരിക്ക മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ചൈനേനെയും റഷ്യനെയും വരുതിയിലാക്കണം എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ആവശ്യമാണ് താനും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് UN ഈ പറയുന്ന പ്രമേയം കൊണ്ടുവരുന്നത്. അത് ഒബ്വിയസ്ലി ആ പ്രമേയത്തിനെ ചൈന അല്ലെങ്കിൽ റഷ്യ വീറ്റോ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഈ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് തല കൊട്ട ഈ സാമാനം പോയി ഇടുകയും ചെയ്തു, എന്നിട്ട് വലിച്ച് ഊരാനും പറ്റുന്നില്ല. ഊരിക്കാണ്ട് പോന്നു കഴിഞ്ഞാൽ നാണക്കേടുമാണ്. എന്തെങ്കിലും കാണിക്കാൻ പറ്റണ്ടേ? ഇത് ഇത് ഒരു വിക്ടറി കാണിക്കാൻ പറ്റണ്ടേ? ഒരു വിക്ടറി ഇല്ല. കരാറുണ്ടോ? അതില്ല. മര്യാദക്ക് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഒമാനിലുള്ള കരാറിൽ ലോകത്ത് ഒരു രാജ്യങ്ങളും അംഗീകരിക്കാത്ത രീതിയിലുള്ള കരാറിലോട്ട് സത്യത്തിൽ വന്നതാണ് ഇറാൻ. എന്നിട്ട് ബാക്ക് കൂടെ പോയി കുത്തി. അപ്പൊ ആ കുത്തിയതിന് നല്ല പണി ഇറാൻ തിരിച്ചു കൊടുത്തിട്ടേ ഈ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് നീണ്ടു നിന്ന് പോകുന്നത് പോലെ ഇത് അനിശ്ചിതകാലം ഈ സാധനം നീണ്ടു നിന്ന് പോകും എന്നുള്ളതാണ് അവസ്ഥ. അത് മാത്രമല്ല, ഇത്രയും കാലം കപ്പലുകൾക്ക് ഈ പറയുന്നവരത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും സൗഹാർദ്ദപരമായിട്ടുള്ള വെടിവെപ്പൊക്കെയാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ പോയി. പകരം നോർത്ത് കൊറിയയുടെ കപ്പലുകളും അതേപോലെ തന്നെ പല എണ്ണ കപ്പലുകളും ഇന്ന് ഈ ഹോർമൂസിന്റെ തീരങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറാന്റെ 2 എണ്ണ കപ്പലുകളെ ഈ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. അമേരിക്ക ആക്രമിക്കുകയും അതിന്റെ എഞ്ചിൻ റൂമിനെയും അതേപോലെ തന്നെ കൺട്രോൾ സെന്ററിനെയാണ് അമേരിക്ക ആക്രമിച്ചേക്കുന്നത്. അതായത് ആ കപ്പൽ ഇനി അവിടുന്ന് അനങ്ങാൻ പാടില്ല എന്നുള്ള ലെവലിലുള്ള ആക്രമണമാണ് പോയേക്കുന്നത്. തിരിച്ചടിയും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അമേരിക്ക ഇറാന്റെ ഏത് കപ്പലുകളെ തൊട്ടോ അതോടുകൂടെ ഉറക്കം പോകുന്നത് UAE ഖത്തറും സൗദിക്കാണ് എന്നുള്ളതാണ് അവസ്ഥ. ബഹ്റൈനില് ഒരു 4-10 പോയി വീണാൽ മതി, ബഹ്റൈൻ മൊത്തത്തിൽ നിന്ന് കത്തും. അത്രേ ഉള്ളൂ ആ രാജ്യത്തിന്റെ വലുപ്പം തന്നെ. അപ്പോ അണ്ണന്റെ ഇടപെടലുകള്, അണ്ണന്റെ ബുദ്ധിയില്ലായ്മ, അണ്ണന്റെ അതിബുദ്ധി എല്ലാം കൂടെ അങ്ങ് പോയിട്ട് ആ റീജിയനെ മൊത്തം അങ്ങ് കൊളാക്കി. ലോകത്തില് മൊത്തം പ്രശ്നമായി. ഇപ്പത്തെ അമേരിക്ക നേരിടുന്ന പ്രശ്നം വേറൊന്നും കൂടിയാണ്. ഈ പ്രശ്നങ്ങൾ കാരണം ഓയിലിന്റെ പ്രൈസ് കൂടിയതും അതേപോലെ തന്നെ പല സാധനങ്ങളുടെ വില കൂടി അമേരിക്കയിൽ നമുക്കറിയാലോ, ദാരിദ്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ദാരിദ്ര്യമാണ് അവിടെയുള്ള ആൾക്കാർക്ക്. ടാക്സും കൊടുക്കണം, ഒടുക്കത്തെ വാടകയും കൊടുക്കണം. അത്രയും ഒരു ടാക്സിന്റെ ഒരു ഹെവൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു ടാക്സിന്റെ ഇതാണ് ഭയങ്കരമായിട്ടുള്ള ടാക്സ് ഉള്ള രാജ്യമാണ് അമേരിക്ക. അവിടെയുള്ള സാധാരണക്കാർക്ക് ഇതെല്ലാം കൊടുക്കണം. അതിന്റെ കൂടെ വിലക്കയറ്റം കൂടെ വന്നു കഴിഞ്ഞാൽ ട്രംപിന്റെ പ്രീതി എത്ര ഇടിഞ്ഞ് താഴ്ന്ന് മൊത്തം നാശകൂശമായിട്ട് കിടക്കുകയാണെന്നുള്ളതാണ്. ഇസ്രായേല് ഗസയില് ബോംബിട്ട പോലെയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഇമേജ് അമേരിക്കയിൽ തന്നെ. ഇതാണ് അവസ്ഥ. അപ്പൊ അതിന്റെ ഇടക്ക് കൂടെയാണ് ഈ ട്രോള്. ഇതില് സിംബോളിക് ആയിട്ടൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ടെസ്ലയാണ് ഓടിക്കുന്നത്. താഴെ ടെസ്ല എന്ന് എഴുതിയത് കണ്ടാവും. കള്ളൻ ഒരു സിൽവർ ഡ്രസ് ഒക്കെ ഇട്ട് ഓടിക്കുന്നത്. എന്തായാലും കൊള്ളാം. ട്രോളി തോൽപ്പിക്കുന്നുണ്ട് ഇറാൻ എന്നുള്ളതാണ്.